നമ്മുടെ ഓറിയന്റേഷൻ 8.0യുടെ 10ാമത്തെ സ്വിച്ച് ഇറ്റ് ഓൺ എന്ന സെക്ഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ തീമിൽ പറയുന്ന പോലെ ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ്. ഇതുവരെയുള്ള എല്ലാ സെക്ഷൻസും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം നമ്മുടെ ഇതുവരെയുള്ള സെക്ഷൻസുകൾ എന്തായിരുന്നു എന്നുള്ളത്. ഫസ്റ്റ് നമ്മുടെ സെക്ഷൻ സേ ഹലോ ടു ആയിരുന്നു. അതിൽ നമ്മൾ നമ്മുടെ ബാച്ച് മേറ്റേഴ്സിനെ പരിചയപ്പെട്ടു. മൊത്തത്തിൽ നല്ല ഗെയിംസ് ഒക്കെ കളിച്ചു, അടിപൊളിയായിട്ട് പോകുന്നു. രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ വാക്ക് വിത്ത് ഇഗ്നു ആയിരുന്നു. ഇഗ്നുവായിട്ട് നമ്മുടെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ ആ ഒരു സെക്ഷനിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സിലബസ് ഡീകോഡിംഗ് സെക്ഷൻ, നമ്മുടെ സിലബസിനെ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടു. അതുപോലെ വാക്ക് ത്രൂ ലേൺ വൈസ് നമ്മുടെ ആപ്പിനെ പറ്റിയിട്ട് ആപ്പിനകത്തുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ അലുമിനി ടോക്ക്, എൻമാസെ, മീറ്റ് ഹാപ്പിനെസ് അംബാസഡർ. നമുക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞു. അതുപോലെ റോഡ് ടു സക്സസ്, മഡൽ ത്രൂ ഇംഗ്ലീഷ്, അങ്ങനെ 9 സെക്ഷൻസ് നമ്മൾ കഴിഞ്ഞു. ഇത് നമ്മുടെ 10ാമത്തെ സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് പറയുന്ന സെക്ഷനാണ്. സ്വിച്ച് ഇറ്റ് ഓൺ പറയുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പഠിക്കുന്ന നമ്മുടെ ഈ ഒരു ജേണി നമ്മൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ഇനി അങ്ങോട്ട് നമ്മൾ പഠനത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിലോട്ട് ഒരു പുതിയ നല്ലൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു തിരി കൊളുത്തിയിട്ട് ഒരു എന്താ പറയുക, ഒരു ഹരിശ്രീ കുറിക്കുന്ന പോലെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ലിൻസി മാം, അതുപോലെ മെന്റർഷിപ്പ് ടീം ലീഡ് ആയിട്ടുള്ള അർച്ചന മാം, അതുപോലെ സ്റ്റുഡൻറ് സക്സസീവ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സുഹ്റ മാം, BCA മെന്റർ ആയിട്ടുള്ള അർച്ചന മാം, അതുപോലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള അശ്വതി മാം, എല്ലാവരും ഞാൻ ഈ ഒരു സെക്ഷനിലോട്ട് സ്വാഗതം ചെയ്യുവാണ്. ഫസ്റ്റ്ലി ഞാൻ നിങ്ങളിലോട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ലിൻസി മാമിനെ സ്വാഗതം ചെയ്യുന്നു. മാം, ഓവർ ടു യു മാം. സോ എല്ലാവർക്കും ഇപ്പൊ നമ്മളുടെ ഈ സെഷനിൽ വിയറ്റ്നാമീസ് സ്റ്റുഡൻസ് ലേണേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം നേരത്തെ മാം ഓൾറെഡി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു സ്വിച്ച് സെഷന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കൂടെ ലേൺ വൈസ് ഫാമിലിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ നമ്മുടെ ഓൺ ബോർഡിങ്ങിന്റെ മീറ്റിംഗ്സുകളെല്ലാം ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളുടെ ഓൺ ബോർഡിങ്ങിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പല അസസ്മെന്റ്സുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആപ്പിൽ നിങ്ങൾ വീഡിയോസസ് എല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. ഇതിന് ബിറ്റ്വീനിൽ നമ്മൾ ഓറിയന്റേഷൻ ആയിട്ട് കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ഓറിയന്റേഷൻ സെഷൻസുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 9 സെഷൻസുകൾ നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ലാസ്റ്റ് സെഷൻ ഓഫ് ഓറിയന്റേഷൻ ആണ്. അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ ലാസ്റ്റ് സെഷൻ ആണെങ്കിലും ഇറ്റ് സ്റ്റാർട്ടിങ് എ ന്യൂ ജേർണി, അതായത് നമ്മുടെ ഒരു പുതിയൊരു അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടിംഗ് ഡേ ആണ് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ സെഷന് പറയാം. സോ സ്വിച്ച് ഓൺ സെഷൻ എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ അക്കാഡമിക്കൽ ഒരു ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾക്കറിയാം നമ്മുടെ സ്റ്റോറിൽ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടന്റ്സുകൾ അവൈലബിൾ ആയിരിക്കും, മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും, റീഡിംഗ് മെറ്റീരിയൽസും ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇനി തൊട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന നാളെ തൊട്ടുള്ള ഓരോ ദിവസങ്ങളും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് ഓരോ ദിവസം എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മളൊരു ടൈം ടേബിൾ ബേസിസിൽ നമ്മൾ ഇന്ന് തൊട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് സെഷന് ശേഷം നമ്മൾക്കൊരു ടൈം ടേബിൾ ലോഞ്ച് ഉണ്ടാവും. ലോഞ്ചിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. ആ ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരുന്ന സമയത്ത് ആ ടൈം ടേബിളിന്റെ ബേസിസിൽ കൃത്യമായിട്ട് നമ്മൾക്ക് എന്തൊക്കെ നമ്മുടെ ആപ്പിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, എന്ത് വീഡിയോ ആണ് കാണേണ്ടത് അത് കൃത്യമായിട്ട് കാണാം. ആ വീഡിയോയ്ക്ക് കറസ്പോണ്ട് ആയിട്ടുള്ള റീഡിംഗ് മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ കൃത്യമായിട്ട് പോവാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു യുവർ മെന്റർ, നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള ഫർസീൻ മാമിന്റെ അടുത്തേക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടൈം ടേബിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈവ് സെഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാര്യങ്ങൾ അവരുടെ അപ്ഡേഷൻസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള മാം നിങ്ങൾക്ക് ഷെയർ ചെയ്തൊക്കെ തരുന്നുണ്ടാവും. സോ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് നമ്മൾക്ക് അറിയുന്ന പോലെ നെക്സ്റ്റ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത്, അതായത് നെക്സ്റ്റ് ജൂണിൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്തേക്ക് ഉള്ളൊരു കംപ്ലീറ്റ് അക്കാഡമിക് ജേർണിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ഡേ ആണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് ഫോർ ദ ന്യൂ ജേർണി. നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ലേൺ വൈസിൽ, അതുപോലെ നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ളവരും അല്ലാതെ നമ്മുടെ ലേൺ വൈസിൽ 8 ടീം മെമ്പേഴ്സിനെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും
പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി അക്കാഡമിക്കൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങും. അതിന്റെ കൂടെ തന്നെ നമ്മൾ ലേൺ വൈസ് കുറെ കൂടി ടിപ്സുമായിട്ട് നമ്മളുടെ അടുത്തേക്ക് മുന്നിലേക്ക് വരുന്നുണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസുകളും അതുപോലെ തന്നെ പല പുതിയ പുതിയ ഇനിഷ്യേറ്റീവ്സുകളായിട്ടും കോമൺ മീറ്റിംഗ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരെയും കണ്ടുമുട്ടുന്നതായിരിക്കും. So once again, from the Learnwise family, wishing all the very best wishes for the new academic journey for both BA and MA Economics Learnwise learners. So that's thank you. ഓക്കെ. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കാദമിക് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാറിനെ ക്ഷണിക്കുകയാണ്. സർ. സോ ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നിങ്ങളോട് ഇപ്പം നിങ്ങളുടെ CXO മാം പറഞ്ഞ പോലെ അല്ലെങ്കിൽ നിങ്ങൾ മെന്റേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആ ഒരു അക്കാഡമിക് ജേർണിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ടൈം ടേബിൾ തന്നെയാണ്. കാരണം നമ്മൾ പഠിക്കുക എന്നുള്ളൊരു എയിമോട് കൂടി ആണല്ലോ ജോയിൻ ചെയ്ത് നമ്മളൊരു ആ ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഒത്തിരി പറഞ്ഞു നീട്ടാതെ നിങ്ങൾക്ക് അറിയാം ഓരോ 10 സെഷനായിട്ട് എന്തൊക്കെയാണ് ഉണ്ടായെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്തൊക്കെ സെഷൻസ് ആണ് ഉണ്ടായ ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലത്തെ സെഷൻസിനെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ കുറേ പറഞ്ഞ് കിട്ടുന്നില്ല. ഞാൻ നിങ്ങളുടെ ടൈം ടേബിൾ ലോഞ്ച് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ എനിക്കറിയാം നമുക്ക് 2 ബാച്ചിലെ ലേണേഴ്സ് ഇതിലുണ്ട്. നമുക്ക് BA ഹോണേഴ്സ് ഇൻ എക്കണോമിക്സിന്റെ ജൂലൈ 24 ബാച്ചും അതുപോലെ MA ലേണേഴ്സും നമുക്കുണ്ട്. സോ ഞാൻ ഫസ്റ്റ് നമ്മളെ BA ജൂലൈ 24 ബാച്ചിന്റെ ടൈം ടേബിൾ ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ BA എക്കണോമിക്സുകാർക്ക് മെയിൻലി അല്ല 8 സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. നമുക്ക് 4 കോർ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ്, ഇൻട്രോഡക്ടറി മാക്രോ എക്കണോമിക്സ്, മാത്തമെറ്റിക്കൽ മോഡൽ ഇൻ എക്കണോമിക്സ് 1, മാത്തമെറ്റിക്കൽ മോഡൽ ഇൻ എക്കണോമിക്സ് 2. ഈ 4 കോർ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. ഇത് കൂടാതെ 4 അതിന്റെ സബ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഒന്ന് എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഉണ്ട്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്. പിന്നെ 2 എലക്ടീവ് ആണ് വരുന്നത്. ഒന്ന് ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസും ജെൻഡർ സെൻസിറ്റൈസേഷൻ. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തഹസീൻ മാം നിങ്ങളുടെ സിലബസ് റെക്കോർഡിംഗ് സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. സോ നമ്മളുടെ ലേൺ വൈസിൽ നമ്മളുടെ ഒരു പ്രാക്ടീസ് അനുസരിച്ച് നമ്മൾ മൊത്തം ഒരു ഇയറിലെ നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ടൈം ടേബിൾ ലോഞ്ച് ചെയ്യുക. മൊത്തം ഇയർ എന്ന് വെച്ചാൽ അറിയാം നമ്മളുടെ ബാക്കി യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളും പോലെയല്ല. നമ്മളുടെ ഇഗ്നോയില് കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത ലേണേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ എക്സാം എന്തായാലും നെക്സ്റ്റ് ജൂണിൽ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ എക്സാം ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്നല്ല, ഇഗ്നോയുടെ ടേം ആൻഡ് എക്സാമിനേഷൻസ് ആ ഒരു മന്തിൽ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇൻഡിറ്റീവൻ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക, അതിന്റെ എക്സാം ജൂൺ 1 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക ജൂലൈ പകുതി ആകുമ്പോഴേക്കും എക്സാം കഴിയുന്ന രീതിക്കായിരിക്കും. സോ നമ്മൾക്കൊരു ഈ നെക്സ്റ്റ് ഇയർ ഒരു മെയ് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ എല്ലാ കോഴ്സ് വർക്കും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കും നമ്മൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള 8 പേപ്പറിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 2 കോർ പേപ്പർ ആണ്. ഇപ്പൊ 2 കോർ പേപ്പറും 2 സബ് പേപ്പേഴ്സും ആണ് ഈ ഒരു ടൈം സ്ലോട്ടിൽ ഉണ്ടാവുക. ഈ ടൈം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഡിസംബറിൽ ഉണ്ടാവുക. ആൻഡ് അഗെയിൻ ഇനി നെക്സ്റ്റ് ജാനുവരി ടു മെയ് എന്ന് പറഞ്ഞാലാണ് അടുത്ത 4 പേപ്പേഴ്സ് ഉണ്ടാവുക. സോ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 പേപ്പേഴ്സ് നമ്മൾ ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മാത്തമെറ്റിക്കൽ മോഡൽ ഇൻ എക്കണോമിക്സ് 1, മാത്തമെറ്റിക്കൽ മോഡൽ ഇൻ എക്കണോമിക്സ് 2, എൻവയോൺമെന്റൽ സയൻസും അതുപോലെ നമ്മളുടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് 7-ാം തീയതി നാളെയാണ് നിങ്ങളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ദിവസം നമുക്ക് 2 ടൈം ഇവിടെ ഉണ്ട്. 10:30 AM എന്നുണ്ട്, 7:30 PM എന്നുണ്ട്. 2 ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 2 ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോസ് കാണണമെന്നല്ല. നിങ്ങൾ വേറെ ഈ ഫുള്ളി ഡിവോട്ടഡ് ടു സ്റ്റഡീസിന് വേണ്ടി മാത്രം ഇപ്പോൾ ആഡ് ചെയ്യുന്ന നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ടൈം തന്നെ ചൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആയിട്ട് നിങ്ങൾ ബിസി ആണെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടി മാറ്റി വെക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലെസൺ ആ ഒരു ദിവസം നമുക്ക് പറഞ്ഞിട്ടുള്ള 2 ലെസൺസ് ആ ഒരു പെർട്ടിക്കുലർ ഡേ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നാളെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നാളെ നിങ്ങൾക്ക് മാത്തമെറ്റിക്കൽ മോഡൽ ഇൻ എക്കണോമിക്സ് 1ന്റെ ഇൻട്രോഡക്ഷനും അതിന്റെ ലെസൺ 1 ആണ് കാണാനുള്ളത്. ഈ ലെസൺസ് കാണാൻ ഉള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ലെസൺസ് കാണുക മാത്രമല്ല, റെക്കോർഡിംഗ് വീഡിയോസ് കാണാൻ മാത്രമല്ല, അതിന്റെ കൂടെ അതിന്റെ വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം വീഡിയോ നിങ്ങൾ വായിച്ചിരിക്കണം. അതിന്റെ കൂടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 7-ാം തീയതി 8-ാം തീയതി 9-ാം തീയതി 10-ാം തീയതി പറഞ്ഞ ആ ബ്ലോക്കിലെ 7 ലെസൺസ് കഴിയുമ്പോഴാണ് ആ ഒരു ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും ഒരു ലൈവ് സെഷന്റെ ഡേ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലൈവ് സെഷൻസ് ഉണ്ടാവും.
ഈ ലൈവ് സെഷൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങൾ ഈ ലെസൺസ് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൈവ് സെഷനിൽ നിങ്ങളെ തസ്ബീൻ മാം, നിങ്ങളെ മെന്റർ നിങ്ങളെ പ്രീവിയസ് ഡേറ്റിനെ നിങ്ങളോട് ഇൻഫോം ചെയ്യും നാളെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു ബ്ലോക്ക് കൊണ്ട് എല്ലാ വീഡിയോസും ലൈവ് സെഷൻസ് നമുക്ക് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ ഈ സബ്ജക്ട് എടുത്ത ഫാക്കൽറ്റി നിങ്ങളായിട്ട് നമ്മൾ സൂം മീറ്റിംഗ് വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് തരും. അതല്ല നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കിന്റെ സമ്മറി എന്ത് ചെയ്ത് തരും, അവർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല അവിടെ ഉണ്ടാവുക. ജസ്റ്റ് സമ്മറി മാത്രമായിരിക്കും എന്തുണ്ടാവുക അവിടെ പറഞ്ഞു പോകുന്നുണ്ടാവുക. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ബ്ലോക്ക് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗൈൻ എന്തിരിക്കും, ബ്ലോക്ക് 2 സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെ തന്നെ ടൈം ടേബിൾ ആ ലൈവ് സെഷൻ ടൈം ടേബിൾ ബ്ലോക്ക് 2 സ്റ്റാർട്ട് ചെയ്യും. ബ്ലോക്ക് 2 കഴിഞ്ഞാൽ അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ടാവും. ബ്ലോക്ക് 3 ഉണ്ടാവും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നിങ്ങൾക്ക് ലേൺ വേഴ്സിലെ ടൈം ടേബിൾ നോക്കി കഴിഞ്ഞാൽ കാണാം 6 ബ്ലോക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ട് ഉണ്ടാവും. 6 ബ്ലോക്ക് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സെപ്റ്റംബർ 13-ാം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുൾ ആയിട്ട് സോൾവ് ചെയ്തത് നിങ്ങൾക്ക് അവിടെ നമ്മളവിടെ അവിടെ ആപ്പിൽ അപ്ലോഡഡ് ആണ്. അപ്പൊ അത് ലെസൺസ് നിങ്ങൾക്ക് കാണാൻ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു സബ്ജക്റ്റിലെ എല്ലാവിധ ലൈവ് സെഷൻസും കംപ്ലീറ്റ് ചെയ്തു. SLM നമ്മൾ വായിച്ചു, വാല്യൂ ആഡഡ് നോട്ട്സ് നമ്മൾ കണ്ടു, ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്തു. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്ട് നമ്മൾ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് എന്ന് പറയാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ സബ് ബ്ലോക്ക് നെക്സ്റ്റ് സബ്ജക്ട് ആയ എന്താ പറയാ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എക്കണോമിക്സ് 2 സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ 2 ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ സെയിം മെത്തേഡാണ്, പിന്നെ സെയിം മോഡാണ്. പിന്നെ എന്ന് വെച്ചാൽ ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അതിന്റെ ലൈവ് സെഷൻസും കാര്യങ്ങളും വരും. അതിനുശേഷം എൻവയോൺമെന്റൽ സ്റ്റഡീസ് പറഞ്ഞ സമയത്ത് നിങ്ങളെ മെന്റർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ മെയിൻ ആയിട്ട് എന്തായിരിക്കും, നമുക്ക് മെയിൻ ആയിട്ടല്ല ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. എന്നിരുന്നാലും നമ്മൾ അതിന്റെ ലൈവും കാര്യങ്ങളും നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ 4 പേപ്പറും ആ എൻവയോൺമെന്റൽ സ്റ്റഡീസ് 4 ബ്ലോക്കും കഴിഞ്ഞാൽ നമ്മൾ ECC 104 മാത്തമാറ്റിക്കൽ മോഡൽ എക്കണോമിക്സ് 2ന്റെ ബാക്കി 2 ബ്ലോക്കിന്റെ ലൈവ് സെഷൻസും ടൈം ടേബിൾ പ്രകാരം നടക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ലാസ്റ്റ് ഈ ഒരു സ്ലോട്ടിലെ ലാസ്റ്റ് സബ്ജക്ട് ആയ ജെൻഡർ സെൻസിറ്റൈസേഷൻ ഉണ്ടായിരിക്കും. അതിന്റെ ലൈവും നമ്മൾ 6 ബ്ലോക്കിന്റെ കണ്ടിന്യൂ. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ ദിവസവും നിങ്ങൾ എന്താ കാണേണ്ടത്, സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ എന്താ കാണേണ്ടത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു ഇടയിൽ നമ്മൾ സൺഡേസ് ഗ്യാപ്പ് തരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ലെസൺസ് കണ്ടു, ആ ലെസൺസ് നിങ്ങൾക്ക് ക്ലിയർ ഒന്നും കൂടി റീവാച്ച് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ സൺഡേസിൽ ചെയ്യാം. അല്ലെങ്കിൽ ലൈവ് സെഷൻ പറഞ്ഞ് 2 ദിവസം ഉണ്ടാവും, പക്ഷെ ഒരു ദിവസമേ ലൈവ് ഉണ്ടാവുള്ളൂ ഒരു ബ്ലോക്കിന്. അപ്പൊ ബാക്കി ദിവസങ്ങളിൽ റീവാച്ച് ചെയ്യാനുള്ള ടൈം. അതിനുശേഷം നമ്മൾ നവംബർ ആവുമ്പോൾ 4 ബ്ലോക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് എന്താണ് സ്റ്റഡി ലീവ് പോലെ തരാണ് 1 മാസം. സ്റ്റഡി ലീവ് ഇൻ ദ സെൻസ് ഈ പഠിച്ച 4 പേപ്പറിന്റെ നിങ്ങൾ ഒന്നും കൂടി റീവാച്ച് ചെയ്യണമെങ്കിൽ റീവാച്ച് ചെയ്യാം. അതിന്റെ അസൈൻമെന്റ് എഴുതണമെങ്കിൽ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാം. എക്സാം ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെന്റേഴ്സിനോടോ ഫാക്കൽറ്റിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ആൻഡ് മോക്ക് എക്സാം ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ശരിക്കും മോക്ക് എക്സാം നമ്മൾ നടത്തുക നെക്സ്റ്റ് ജൂണിൽ എക്സാമിന് മുന്നേ ആയിരിക്കും. ഇവിടെ മോക്ക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ഉള്ള സമയമാണ്. അപ്പോൾ ഈ ഡിസംബർ 24 ആവുമ്പോൾ 4 സബ്ജക്ട് ഫുൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന്റെ SLM വായിച്ചിട്ടുണ്ടായിരിക്കും, വാല്യൂ ആഡഡ് നോട്ട്സ് വായിച്ചിട്ടുണ്ടായിരിക്കും, അതിന്റെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ എല്ലാ രീതിക്കും ആ 4 ബ്ലോക്കും കംപ്ലീറ്റ് 4 സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ജാനുവരി മുതൽക്കാണ് എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുക. MA എക്കണോമിക്സിന്റെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് 6 പേപ്പറാണ് മെയിൻ ആയിട്ട് പഠിക്കാണ്ടാവുക. ഇവിടെയും നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ മോഡ് വിസിബിൾ അല്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ സ്ക്രീൻ? യെസ് സർ, യെസ് സർ. 4 പേപ്പറാണ് 6 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാണ്ടാവുക ഫസ്റ്റ് ഇയറിൽ. അതിൽ നമുക്ക് എന്താ വെച്ചാൽ വ്യത്യാസം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് 2 ലെസൺസ് പഠിക്കുന്നതിന് ഒരു ദിവസം കാണുന്ന ഒരു ലെസൺ കണ്ടാൽ മതി. കാരണം നിങ്ങൾ PG ലേണേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ കുറച്ചധികം പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ സബ്ജക്ട് എണ്ണം കുറവാണ്, പക്ഷെ ബ്ലോക്കിന്റെ എണ്ണം ഉണ്ടായിരിക്കും. ഇവിടെ 4 ബ്ലോക്കാണ് UGയിൽ മെയിൻലി വരുമെങ്കിൽ ഇവിടെ എന്താണ് 8 ബ്ലോക്കും 7 ബ്ലോക്കൊക്കെ ഉണ്ടായിരിക്കും. സോ സെയിം മോഡ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. നമ്മൾ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അഗെയിൻ അടുത്ത ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യും, അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ അപ്പൊ നമ്മുടെ UG ലേണേഴ്സിൽ BA എക്കണോമിക്സിന്റെ കേസിൽ നമുക്ക് 8 സബ്ജക്ട് 4 എണ്ണമാണ് ഈ ഒരു ടേമിലുണ്ടായി, 4 എണ്ണം അടുത്ത ടേമിലാണ്. ഇവിടെ 6 എണ്ണത്തിൽ 3 എണ്ണമാണ് നമ്മൾ ഓഗസ്റ്റ് ടു ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത 3 എണ്ണമാണ് നമ്മൾ എവിടെ വരിക, ജാനുവരി ടു ജൂണിൽ വരിക. സോ ഇതിൽ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ നമ്മൾ ഒക്ടോബർ 19 വരെയുള്ള ടൈം ടേബിൾ ആണ് തന്നിരിക്കുന്നത്. MA എക്കണോമിക്സിന്റെ കേസിൽ ഒരു സബ്ജക്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ബാക്കി 2 സബ്ജക്റ്റിനെയും കൂടി ആ സമയമാകുമ്പോൾ തരും. നിങ്ങൾക്കും ഇതുപോലെ ഓരോ ബ്ലോക്ക് കഴിയുമ്പോൾ എന്തുണ്ടായിരിക്കും ലൈവ് സെഷൻസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നടക്കും. ഡൗട്ടോ കാര്യങ്ങളോ
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മെന്റേഴ്സിനോട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്ക് ഒരു ആപ്പ് തന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ കണ്ടു ആ ഒരു മോഡിലല്ല നമ്മളിവിടെ ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓരോ ദിവസം എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇവിടെ നമ്മളുടെ കൂടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ ദിവസം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ തരുന്നുണ്ട്. ഇനി നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന വരെ എന്താണ് ഓരോ ദിവസങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പഠിക്കുക, ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അതാത് ദിവസം പഠിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ കൂടി ഒരു ബ്ലോക്കിന്റെ ലൈവ് സെഷൻസ് വരുന്നതിന് മുന്നേ കമ്പൽസറി ആയിട്ട് ആ ബ്ലോക്കിൽ എല്ലാ വീഡിയോസും കണ്ടിരിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അത് കൃത്യമായിട്ട് പഠിച്ചു. അല്ലാതെ അവസാനത്തിൽ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേർഡൻ ആയിരിക്കും. സോ അത് ചെയ്യാതെ കൃത്യമായിട്ട് ഓരോ ദിവസം എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹാർഡ്ലി 1 hour അല്ലെങ്കിൽ 1.5 hour കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ദിവസത്തെ സ്റ്റഡീസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ എയിം അല്ലെങ്കിൽ ഒരു വിഷയോട് കൂടിയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. അതിന് എല്ലാവിധ നമ്മൾ മെന്റേഴ്സ് ആണെങ്കിലും നമ്മളുടെ എല്ലാവരും ഹോൾ ലേൺ വൈസ് ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു മെസ്സേജിന്റെ ദൂരത്ത് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഇത് നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ആവട്ടെ. നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാത്തിനും ദൈവത്തിന്റെ ഒരു കരങ്ങൾ ഉണ്ടാവട്ടെ. ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ജേർണി ആവട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ആൻഡ് ഇതിന് ശേഷം നിങ്ങൾ ഈ സെഷന് ശേഷം നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരും. ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു സർ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സാറ് നമ്മുടെ ടൈം ടേബിൾ വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് നാളെ തൊട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതും സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ് സക്സസീവ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സുഹ്റ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. മാം നിങ്ങൾക്ക് വളരെ നല്ല മെസ്സേജസ് എല്ലാം പാസ് ചെയ്യുന്നതായിരിക്കും. മാം, ഓവർ ടു യു മാം. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് ഫാത്തിമത്ത് സുഹറ. ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻറ് സക്സസീവ് എക്സിക്യൂട്ടീവ് ആണ്. സോ നമ്മുടെ ടൈം ടേബിൾ ഒക്കെ റിലീസായി. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ ലേൺ വൈസിന്റെ റിസോഴ്സസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ജൂണിൽ നമ്മുടെ എക്സാം എഴുതിയ സ്റ്റുഡൻസ് എല്ലാവരും പറഞ്ഞത് ലേൺ വൈസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ഒരു എക്സാംസ് ഈസി ആയത്. വാല്യൂ ആഡഡ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് അവർക്ക് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നാണ് പറഞ്ഞത്. സോ അതുപോലെ തന്നെ നിങ്ങളും നമ്മുടെ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സർ പറഞ്ഞ ടൈം ടേബിൾ ആ ഒരു രീതിക്ക് അനുസരിച്ച് ഫോളോ ചെയ്ത് പോവുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പോർഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ തീരുകയും നമുക്കൊരു 3-4 പ്രാവശ്യം റിവൈസ് ചെയ്യാനുള്ള ടൈം ഒക്കെ കിട്ടും. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ടു എവറിവൺ. താങ്ക് യു. താങ്ക് യു സുഹ്റ മാം. താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും നല്ലൊരു വിഷസൊക്കെ മാമിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ. സോ ഇനി നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫസ്റ്റ് സെഷനിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം അതിനുശേഷം നമ്മൾ ഇന്നാണ് അടുത്തൊരു സെഷനിൽ കാണുന്നത്. നമ്മുടെ ഈ ഒരു 9 days ഓഫ് ഓറിയന്റേഷൻ കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നാളെ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് പോവുകയാണ്. ഇത്രയും ദിവസം നമ്മൾ ഒരുപാട് ഇൻട്രൊഡക്ടറി സെഷനിൽ കൂടെയാണ് പോയത്. നമ്മൾ ഇഗ്നോനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതേപോലെ ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞു, മെന്റർഷിപ്പിനെ കുറിച്ച് അറിഞ്ഞു, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അതിനുശേഷം ഇനി പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മളൊരു സീരിയസ് മോഡിലേക്ക് പോവുകയാണ്. നമ്മുടെ ആ ഒരു ഓറിയന്റേഷന്റെ കളി തമാശകളും സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി വളരെ സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. സോ അപ്പൊ ഈ ഒരു ജേർണി, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെഷൻ മുതൽ 9th സെഷൻ വരെയുള്ള ഒരു ജേർണി, ഓറിയന്റേഷൻ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. സോ അപ്പൊ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാണ്. സോ മാം, could you please share the video? Welcome to a visual journey through the vibrant and unforgettable moments of the July 2024 batch. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained.
As our sessions conclude, the bonds and memories we've forged will endure. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ഒരു ജേണി എങ്ങനെയായിരുന്നു, 9th സെഷൻ വരെയുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു എന്ന് കണ്ടത്. നിങ്ങളെ തന്നെ പലരെയും സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ പല സെഷനിലും നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഇനി എല്ലാവർക്കും ആ ഒരു ഓറിയന്റേഷന്റെ ആ ഒരു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് സെഷൻ വരെയുള്ള ഒരു ഓർമ്മകൾ ഒന്നുകൂടി കൊണ്ടുവരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഓരോ സെഷൻസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഓരോ ആക്ഷൻ ടാസ്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെഷൻ മുതൽ ഇന്നലത്തെ സെഷൻ വരെ നിങ്ങൾക്ക് ഓരോ ആക്ഷൻ ടാസ്കുകൾ നിങ്ങളുടെ മെന്റർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് മസ്റ്റ് ആയിട്ട് അത് ചെയ്തിട്ട് മെന്ററിന് അയച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ ബേസിൽ ഞങ്ങൾ കുറച്ച് ബെസ്റ്റ് പെർഫോമേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ ടൈമിലാണോ നിങ്ങൾ ആക്ഷൻ ടാസ്കുകൾ അയച്ചു കൊടുത്തിട്ടുള്ളത്, അതേപോലെ ഓരോ സെഷനുകളുടെയും നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബെസ്റ്റ് പെർഫോമേഴ്സിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബാച്ചിലെ ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് ഇനി നമുക്കൊന്ന് നോക്കാം. ഓക്കെ മാം, സ്ലൈഡ്സ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു അച്ചീവ്മെന്റ് അവാർഡ്, നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ സെഷന്റെ അച്ചീവ്മെന്റ് അവാർഡ് ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ്? ഷംലയാണ്. ഷംല BA എക്കണോമിക്സിലെ സ്റ്റുഡന്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ് ഷംല. ഷംല ഇവിടെ ഉണ്ടോ? കൺഗ്രാറ്റുലേഷൻസ് ഷംല. എല്ലാവരും ഒന്ന് ഷംലയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യൂ. നമുക്ക് ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് റിയാക്ഷൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഒരു ബാച്ച്മേറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാലോ അല്ലെ? എല്ലാവരും ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യൂ. ഓക്കെ, ദെൻ ഓക്കെ, സോ നെക്സ്റ്റ് ആരാണ്? അടുത്ത ബെസ്റ്റ് പെർഫോമർ ആരാണ്? നിഖിതയാണ്. BA എക്കണോമിക്സിൽ തന്നെ സ്റ്റുഡന്റ് ആണ്. കൺഗ്രാറ്റുലേഷൻ നിഖിത. നിഖിത ഉണ്ടോ സെഷനില്? നികിത ഉണ്ടല്ലോ. ഓക്കെ നിഖിത, കൺഗ്രാറ്റുലേഷൻസ്. അപ്പം നിഖിതയുടെ ഒരു നല്ലൊരു പെർഫോമൻസിനുള്ള ഒരു അച്ചീവ്മെന്റ് അവാർഡാണ് കേട്ടോ നമ്മൾ തരുന്നത്. സോ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സെഷന് ശേഷം നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. ഇനി നമുക്ക് വേറൊരു ലാസ്റ്റ് വൺ, തേർഡ് അതിനു ആയിട്ടുള്ള ഒരു മുമ്പ് നികിതയ്ക്ക് പറയാനുള്ളതൊന്ന് നമുക്ക് ചോദിച്ചാലോ? നികിത ചോദിക്കാം. ഓക്കെ, നിഖിത വീഡിയോ ഓൺ ആണോ? ഓ യെസ്, നിഖിത പറയൂ, എങ്ങനെ എന്ത് തോന്നി നമ്മുടെ ഈ ഒരു 9 days ഓറിയന്റേഷൻ? നിഖിതയുടെ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് പറയും. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഞാനിങ്ങനെ ഇതൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൂടി ഇല്ല കേട്ടോ. ബെസ്റ്റ് അവാർഡൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കൂടി ഇല്ല. അയ്യോ, അൺഎക്സ്പെക്ടഡ് ആയിരുന്നോ? അതെ, വെരി അൺഎക്സ്പെക്ടഡ് ആണ്. ഓക്കെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്ത് തോന്നുന്നു? മീൻസ് നമ്മുടെ ഈ ഒരു ജേർണി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള ഓറിയന്റേഷൻ സെഷനുകളൊക്കെ? എല്ലാം അടിപൊളിയായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി, അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, എല്ലാം ഭയങ്കര ഹാപ്പി എന്ന് തോന്നുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നിഖിത. ഇത് ഞാൻ ബെസ്റ്റ് അതെ, പെർഫോമൻസ് എന്നുള്ളത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഫീലിങ്സിൽ ഇരിക്കുകയാണ് നിഖിത. അതെ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇതൊക്കെ കിട്ടുന്നു. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിഖിതയുടെ ഫേസിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സന്തോഷം മനസ്സിലാവുന്നു. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എനിക്കൊരിത് കിട്ടി എന്നുള്ള ഒരു ഫീലിങ്സ് അല്ലേ? സോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കിതൊന്നും കിട്ടുന്ന കൂടി വിചാരിച്ചിട്ട് കൂടി ഇല്ല. കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. തീർച്ചയായും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും എല്ലാ കാര്യങ്ങളും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അപ്പം അത് ഉറപ്പായിട്ടും ഡിസേർവ് ചെയ്യുന്നത് കൊണ്ടാണ് നികിതയ്ക്ക് അത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. നികിതയുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എല്ലാവരും പെട്ടെന്ന് എല്ലാവരുടെ മുഖത്ത് ഒരു ചിരി വന്നു. ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ് നികിത. കറക്റ്റ് ആയിട്ട് ആ ഒരു പെർഫോമൻസ് കീപ്പ് ഓൺ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ്? അടുത്തൊരു പെർഫോമറും കൂടി ഉണ്ട് നമുക്ക്. അമൃത, MA എക്കണോമിക്സിലെ സ്റ്റുഡന്റ് ആണ് അമൃത. അമൃത ഉണ്ടല്ലോ, ഇനിയിപ്പോ അമൃതനെ കണ്ടു. അമൃത, കൺഗ്രാറ്റുലേഷൻസ്, ബെസ്റ്റ് പെർഫോമർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താ ഒരു സന്തോഷമില്ലാത്ത? എന്താ പറയണ്ടെന്നുള്ളതാണോ? പെട്ടെന്ന് കേട്ടപ്പോ ഒരു ഞെട്ടൽ.
ഒരു ഞെട്ടൽ. എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് സെഷൻ മുതൽ ഞാൻ അമൃതനെ ശ്രദ്ധിക്കുന്നതാണ്. അമൃത അന്ന് അമ്മയെ കുറിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ ഭയങ്കര ആക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് അമൃതയ്ക്ക് ഫീൽ ചെയ്യുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു 9 സെഷൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അത് എങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു? ഇനിയുള്ള ജേണി എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പറയും. ഇതുവരെയുള്ള സെഷൻസ് ഒക്കെ നല്ലതായിരുന്നു. എനിക്ക് ഒരെണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇനിയൊരു പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു. ഒരുപാട് പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി. ഇനി വരുന്നത് ഇതിൽ മികച്ച ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു അച്ചീവ്മെന്റ് എന്നെ എടുക്കാനൊക്കെ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അമൃത, എല്ലാം ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. സോ അപ്പൊ നമ്മൾക്ക് ഇപ്പൊ 3 ബെസ്റ്റ് പെർഫോമേഴ്സിനെ നമ്മൾ തെരഞ്ഞെടുത്തു. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. നമ്മള് നമുക്ക് BA ആൻഡ് MA എക്കണോമിക്സ് രണ്ടും കൂടെ വരുന്നതുകൊണ്ട് ഇനിയും ഉണ്ട് നമുക്ക്. അതെ, നമ്മള് അടുത്തത് ആരാന്ന് നോക്കാം. ആയിഷ ഫിദ. MA എക്കണോമിക്സിലെ ബെസ്റ്റ് പെർഫോമർ ആണ്. ആയിഷ ഉണ്ടോ? ഉണ്ട്. ഹായ് ആയിഷ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആയിഷനെ കാണുന്നില്ലല്ലോ, വീഡിയോ ഓൺ ആണോ? അല്ല, വീഡിയോ ഓണല്ല. ഇന്ന് വീഡിയോ ഓൺ ആക്കാമോ? ആയിഷനെ ഞങ്ങൾക്കൊക്കെ കാണാലോ. ആയിഷനെ കണ്ടു. സോ എങ്ങനെ ഉണ്ടായിരുന്നു ആയിഷ ഈ ഒരു ഓറിയന്റേഷൻ ജേർണി? ഫസ്റ്റ് മുതൽ 9th സെഷൻ വരെ എങ്ങനെ ഫീൽ ചെയ്തു? അടിപൊളിയായിരുന്നു. കുറെ അറിവുകളൊക്കെ കിട്ടാൻ കഴിഞ്ഞ്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനിയുള്ള സെഷനുകൾ അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ജേർണി എന്ന് തോന്നുന്നു? ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും തോന്നുന്നുണ്ടോ? പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. താങ്ക് യു ആയിഷ. സോ നെക്സ്റ്റ് ആരാണ്? പ്രണിത, BA എക്കണോമിക്സിലെ സ്റ്റുഡന്റ് ആണ്. പ്രണിത ഉണ്ടോ? സെഷനിലുണ്ടോ? ആള് പ്രസന്റ് ആണോ? സോ പ്രണീത അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റിൽ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആയിട്ടുണ്ടായിരുന്ന ഷംല ഉണ്ടായിരുന്നു. ഞാൻ ഷംലയുടെ അടുത്ത് ലാസ്റ്റ് ചോദിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഷംലയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. മാം, ഞാൻ മോനെ ഉറക്കാണ്. ഹലോ. പറഞ്ഞോളൂ. ഞാൻ മോനെ ഉറക്കായിരുന്നു, അതാണ് വീഡിയോ. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ ആണോ? ഓക്കെ, പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ? എന്തൊക്കെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത്? അടിപൊളിയായിരുന്നു. ഇങ്ങോട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് കിട്ടുന്നുള്ളത്. ഓക്കെ, പിന്നെ എല്ലാത്തിലും നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റിട്ടായിരുന്നു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു എല്ലാ ടാസ്കുകളും? അടിപൊളിയായിരുന്നു. എല്ലാ ടാസ്കുകളും കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്ത് കൊടുത്തിരുന്നോ? ഏറെക്കുറെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ വയ്യാത്തോണ്ട് ഒരാഴ്ച ആയിട്ട് പനിയായിട്ട് വയ്യാതെ ഇരിക്കാണ്. താങ്ക് യു ഷംല, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടോ മാം? ഇല്ല, കഴിഞ്ഞു. ഇത്രയും പേരാ. അപ്പം വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടു എവ്രി വൺ. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങൾ എല്ലാവരും വെൽ ഡിസേർവിംഗ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബെസ്റ്റ് പെർഫോമർ അവാർഡ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ കുറെ ബെസ്റ്റ് പെർഫോമേഴ്സിനൊക്കെ നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എല്ലാവരും വിചാരിക്കണ്ട, അയ്യോ ഞാൻ ചെയ്ത് കൊടുത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്നെ സെലക്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, പല കാരണത്താൽ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു ടെൻഷനോ വിഷമങ്ങളൊന്നും ആർക്കും വേണ്ട. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഷൻ മെന്റർ നിങ്ങൾക്കൊരു അസസ്മെന്റ് ഫോം അയച്ചു തരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം അതൊരു ഗൂഗിൾ ഫോം ആണ്, നിങ്ങൾ ഡയറക്ട്ലി ചെയ്തിരുന്നാൽ മതി. അപ്പൊ അതിന്റെ ബേസിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ കിട്ടുന്ന ആളുകളെ ഞങ്ങളൊരു എക്സലൻസ് അവാർഡ് ഇതുപോലെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഒരു ഫസ്റ്റ് സെഷൻ ടു 9th സെഷൻ വരെ നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ സെഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് ചോദിച്ചിട്ടുണ്ടാവുന്നത്. അപ്പൊ ഈ സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്തവർക്ക് വളരെ ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ആ ഒരു എക്സലൻസ് അവാർഡ് വാങ്ങിക്കാനും പറ്റും. അപ്പൊ എല്ലാവരും മസ്റ്റ്
ആയിട്ട് ഈ ലിങ്കിൽ കയറിയിട്ട് ഈ നാളെയാണ് നമ്മൾ ഡെഡ് ലൈൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നാളെ തന്നെ എല്ലാവരും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഫോം ഫില്ല് ചെയ്തിടുക കേട്ടോ. അപ്പൊ ഇപ്പം ഈ ബെസ്റ്റ് പെർഫോമേഴ്സ് ആവാൻ പറ്റാത്തവർക്കുള്ള ഒരു ബെസ്റ്റ് ചാൻസും കൂടിയാണ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ആ ഒരു അസസ്മെന്റ് ഫോം ഫില്ല് ചെയ്തിട്ട് ഈ ഒരു എക്സലൻസ് അവാർഡ് വാങ്ങിക്കാം. ഓക്കെ, സോ അത് അതിനുശേഷം മെൻറ്റർ അയച്ചു തരുന്നുണ്ടാവും. ഇനി നമ്മൾ ഇന്ന് വൈൻഡിങ് അപ്പ് സെഷനാണ്. നാളെ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പം ഒരുപാട് പേര് ഇപ്പം നമ്മുടെ ബെസ്റ്റ് പെർഫോമേഴ്സിന്റെ ഒക്കെ ഫീഡ്ബാക്ക് നമ്മൾ കേട്ടു. അവർക്ക് എങ്ങനെയാ ഫീൽ ചെയ്തിരുന്നേ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അതല്ലാതെ കുറെ ആൾക്കാർ കൂടി ഉണ്ട് ഇവിടെ. അപ്പൊ അവരുടെ ഒരു ഫീഡ്ബാക്ക് കൂടി നമുക്ക് അറിയണ്ടേ, എങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക് ഫസ്റ്റ് മുതൽ 9th സെഷൻ വരെ എങ്ങനെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഓറിയന്റേഷനെ കുറിച്ച് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് നമുക്കൊന്ന് അറിയണം. നമ്മളത് വളരെ വാല്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. സോ അപ്പൊ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്സ് നമ്മളോട് പറയാം. ഞാൻ ആരെയും പേരെടുത്ത് വിളിക്കുന്നില്ല, നിങ്ങളായിട്ട് വോളണ്ടിയർ ചെയ്ത് സംസാരിക്കാം. സോ ആരാണ് ആദ്യം സംസാരിക്കുന്നത്? ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഓൺലൈനിലായിട്ടാണ് ഒരു ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളത് ആദ്യമായിട്ട്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ടീച്ചിങ് ഫീൽഡാണ്. അപ്പോ ഒരു ഡിഗ്രി +2 കഴിഞ്ഞിട്ട് ഞാൻ B.Ed TTC കഴിഞ്ഞതാണ്. അപ്പൊ ഒരു ഡിഗ്രി കയ്യിൽ വേണമെന്നുള്ള രീതിയിൽ ഞാനിപ്പോ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചതാണ്. എക്കണോമിക്സ് കൊമേഴ്സ് ആയിരുന്നു +2 ഉണ്ടായത്, അതുകൊണ്ട് എക്കണോമിക്സ് ചൂസ് ചെയ്തു. അപ്പോ ഇപ്പോ ഇത് ലേൺ വൈസ് എല്ലാം വീഡിയോ മറ്റതും കാണുമ്പോൾ നല്ലതായിട്ട് തന്നെ തോന്നുന്നു. നമുക്ക് സപ്പോർട്ടായിരിക്കും തന്നെ തോന്നുന്നു. വേറെ ഓക്കെ. ഓക്കെ, ഓറിയന്റേഷൻ സെഷനിലെല്ലാം അറ്റൻഡ് ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ഓറിയന്റേഷൻ സെഷൻ? മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടിയോ? ഒരു ഐഡിയ കിട്ടി. ടൈം ടേബിൾ കിട്ടിയാൽ ഓക്കെ തന്നെ. ടൈം ടേബിളും കൂടെ കിട്ടിയാൽ ഓക്കെ തന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് അക്ഷയ്. സോ അടുത്ത ആരാണ് സംസാരിക്കുന്നത്? ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഞാൻ പേരെടുത്ത് വിളിക്കുന്നില്ല, നിങ്ങൾ എന്നെ വോളണ്ടിയർ ചെയ്യുക. ഞാനിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഞാൻ അക്ഷയനെ വിളിച്ചതാണ്. സോ അടുത്ത ആരാ സംസാരിക്കുന്നത്? അജിത ഉണ്ട്, സിന്ധു ഉണ്ട്, അശ്വതി ഉണ്ട്, സോറി ഫർസാന ഉണ്ട്. ആരാ സംസാരിക്കുന്നത്? അമൃതയും നികിതയൊക്കെ സംസാരിച്ചു. അമൃതയ്ക്ക് നികിതയ്ക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കണം തോന്നുന്നുണ്ടോ? ഫീഡ്ബാക്ക് ആയിട്ട് പറയണം തോന്നുന്നുണ്ടോ? നികിത, ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ മാറി ഒന്ന് കൂളായോ? കൂളായി. കൂളായി. ഒന്ന് ഫീഡ്ബാക്ക് പറയുന്നോ, മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നേരത്തെ സംസാരിക്കാൻ കിട്ടാത്ത പ്രശ്നമായിരുന്നു നികിതയ്ക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണം. ഇപ്പൊ സംസാരിക്കാൻ ഓക്കെ ആണോ? കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറയൂ. ഇതിന്റെ പകുതി മുതൽ ഞാൻ ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങിയത്. പക്ഷെ പകുതി ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് അവാർഡൊക്കെ കിട്ടിയല്ലോ. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി, കുറേത് മനസ്സിലാക്കാൻ പറ്റി. അതൊക്കെ തന്നെയുള്ളൂ. ഓക്കെ നികിത, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് ആരാണ്? ഫർസാന, റിനീഷ ഒക്കെ ഉണ്ടല്ലോ. റിനീഷ, കേൾക്കാമോ? പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നോ നമ്മുടെ സെഷനൊക്കെ? റിനീഷിനെ കാണുന്നില്ലല്ലോ. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ വീഡിയോ ഓൺ ആക്കിയാൽ നന്നായിരിക്കും. വീഡിയോ ഓൺ ആക്കാം. എന്റെ അപ്പുറം ഇപ്പറൊക്കെ രണ്ടുപേരും ഇരിക്കുക, കാരണം ഞാൻ പിന്നെ ഓൺ അത് ആക്കാറുണ്ട്. കുഴപ്പമില്ല. പിള്ളേരൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. റിനീഷിനെ ഞാൻ ഓർമ്മ സെഷനിലൊക്കെ കണ്ടത്. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓറിയന്റേഷൻ കംപ്ലീറ്റ്ലി? ഓറിയന്റേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. 2-3 സെക്ഷൻ ഞാൻ കയറിയില്ലായിരുന്നു. ഈ പിള്ളേർക്ക് എക്സാം ഒക്കെ ആയിരുന്നു ഇതുങ്ങൾ പഠിപ്പിക്കണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റാത്ത 2-3 സെക്ഷനിൽ ഞാൻ കയറിയില്ല. കയറിയതൊക്കെ നന്നായിരുന്നു. ഞാൻ തുടക്കം കയറിയായിരുന്നു. തുടക്കത്തെ 3-4 സെക്ഷൻ ഞാൻ കയറി. പിന്നെ അലുമിനി ടോക്സ് അതിലൊന്നും ഞാൻ കയറിയില്ലായിരുന്നു. പക്ഷെ കയറിയപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇനി ഈ കോഴ്സ് വെച്ചിട്ട് മുന്നോട്ട് പോകും എനിക്കൊരു നഷ്ടം ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, നല്ല രീതിക്ക് തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് റിനീഷ. ദെൻ നെക്സ്റ്റ് ആരാണ് സംസാരിക്കണേ? അടുത്ത ആരാണ്? ഞാൻ ആരെയും വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എല്ലാവരും ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുക ഓരോരുത്തരുടെ പേര്. ആരാണ് അടുത്ത സംസാരിക്കുന്നത്? ഫർസാന, 2 ഫർസാന ഉണ്ടോ? ഫർസാന, ഏതെങ്കിലും ഒരു ഫർസാന സംസാരിക്കൂ. ഹലോ, കേൾക്കാം ഫർസാന, പറയൂ. വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? വീഡിയോ ഓണാക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല. എന്നാ കുഴപ്പമില്ല, പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു കംപ്ലീറ്റ്? ഓറിയന്റേഷൻ ക്ലാസ് ഞാൻ പകുതി ആയപ്പോഴാണ് ഇതിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം ഞാൻ കണ്ടത് വെച്ചിട്ട് എല്ലാ ക്ലാസ്സസും എല്ലാം നല്ല സെക്ഷൻസ് ആയിരുന്നു.
ഓക്കെ. പിന്നെ ഇന്നലത്തെ തന്നെ റോഡ് ടു സക്സസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഇനി എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടി. ഇനിയിപ്പോ ഈ MA എക്കണോമിക്സിൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ ഇതൊരു നല്ല പ്ലാറ്റ്ഫോം ആണെന്ന് കരുതുന്നു. യെസ്. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫർസാന. നല്ല രീതിയിൽ പഠിച്ച് ഇറങ്ങാൻ പറ്റട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തു തരാനായിട്ട് നിങ്ങളുടെ എൻറ്റയർ ലേൺ വൈസ് ടീം നിങ്ങളോട് കൂടെ ഉണ്ടാവും. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 100% ബെനിഫിറ്റ് കിട്ടൂ എന്നുള്ളതാണ്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. സോ നെക്സ്റ്റ് ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മുഹ്സിന പറയൂ. ക്യാമറ ഓൺ ആക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നാലും ഞാൻ ഓക്കെ, പറയാം. കുഴപ്പമില്ല മുഹ്സിന, കുഴപ്പമില്ല, പറയൂ. പല ഓർഗനൈസേഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ. പനിയൊക്കെ ആയതുകൊണ്ട് ശബ്ദത്തിൽ എന്തൊക്കെ പോലെ ഉണ്ട്. ഇന്നലെ റോഡ് ടു സക്സസ് എന്നുള്ള ആ ഒരു സെക്ഷനും അടിപൊളിയായിരുന്നു. എന്നാലും കൂടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. പല ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നെറ്റ് ഇഷ്യൂ കാരണം അത് ചോദിക്കാൻ പറ്റിയില്ല. മാം പറഞ്ഞു. ഹലോ, ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആ മൈക്ക് ഓൺ ആക്കാൻ പറഞ്ഞത്, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ. എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. ഹലോ മുഹ്സിന, മുഹ്സിന പറഞ്ഞു കഴിഞ്ഞോ? ഹലോ, ഹലോ, കേൾക്കാം, കേൾക്കാം. മുഹ്സിന പറഞ്ഞു കഴിഞ്ഞോ? നെറ്റ് ഇഷ്യൂ ആയിരുന്നു. നെറ്റ് ഇഷ്യൂ ആണോ? ഉം. ഓക്കെ. താങ്ക് യു മുഹ്സിന. താങ്ക് യു സോ മച്ച്. താങ്ക് യു മുഹ്സിന. നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ മുഹ്സിന മാക്സിമം ട്രൈ ചെയ്തു. നമ്മൾക്ക് ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ഒക്കെ തരാനായിട്ട് താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ്? ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ 1-2 പേര് കൂടെ ഉള്ളൂ നമുക്ക് ഇനി ഒരു ഫീഡ്ബാക്ക് തരാനായിട്ട്. സിന്ധു ഉണ്ട്, ഫർസാന എം ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഫീഡ്ബാക്കുകൾ പറയൂ. സിന്ധു റെഡിയാണോ ഫീഡ്ബാക്ക് പറയാനായിട്ട്? ആരും ഒന്നും പറയുന്നില്ലല്ലോ. സോ ആർക്കൊന്നും ആരും പറയാനില്ലെങ്കിൽ ഫീഡ്ബാക്ക് നമുക്ക് അതെ, വൈൻഡ് അപ്പ് ചെയ്യാറുണ്ട്. പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഓവർ ടു യു മാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെക്ഷനിലൂടെ എല്ലാവർക്കും നമ്മുടെ ടൈം ടേബിൾ കാര്യങ്ങൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നാളെ തൊട്ട് പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങുക. അതിലൊന്നും ഡിലേ വരുത്തരുത്. നന്നായിട്ട് തന്നെ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഗുഡ് നൈറ്റ്, ബൈ ബൈ, ടേക്ക് കെയർ.